ഇപ്പോൾ സഹകരണ മേഖലയ്ക്കെതിരായ അവഗണനയിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ UDF നടത്തുന്ന ധർണയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. തത്സമയം കേരളമായതുകൊണ്ടാണ് കേരളത്തിലെ UDF ജനപ്രതിനിധികൾ ഇത്തരമൊരു ധർണയ്ക്ക് മുതിർന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ MLA-മാർ ഒന്നടക്കം ഇവിടെ വന്ന ഒരു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത്. കേരളമാണ് നോട്ട് പിൻവലിക്കലിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന സംസ്ഥാനം. ഗൾഫ് നാടുകളിൽ നിന്നുള്ള നമ്മുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും പണം അയച്ചാൽ അത് സുരക്ഷിതമല്ല എന്ന ഒരു ഫീലിംഗ്, എന്ന ഒരു വികാരം ഗൾഫ് മലയാളികൾക്ക് ഉണ്ടായിരിക്കും. NRI-ക്കാർക്ക് മുഴുവൻ ഉണ്ടായിരിക്കും. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് സുരക്ഷിതമല്ല എന്നൊരു ബോധം വളർന്നു വരുന്നു. സഹകരണ ബാങ്കുകളിൽ ഇട്ട പണം പിൻവലിക്കാൻ കഴിയുന്നില്ല. 1,25,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഇന്ന് നിക്ഷേപമായി പോകുന്നത്. അതൊന്നും പിൻവലിക്കാൻ കഴിയാത്ത ദുരവസ്ഥ നിൽക്കുന്നു. ഇതുപോലൊരു സാഹചര്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന വലിയ ഒരു ഗൂഢാലോചന കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. നമ്മുടെ നാട്ടിലെ കർഷകർ, തൊഴിലാളികൾ, സാധാരണക്കാർ, പെൻഷൻകാർ അവരെല്ലാം പണമിടുന്നത് സഹകരണ ബാങ്കിലാണ്. ബാങ്ക് നിരക്കിനേക്കാൾ 1% പലിശ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പാവപ്പെട്ട ആളുകൾ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്. സഹകരണ മേഖലയിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി എല്ലാവരുടെയും ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല, നോട്ട് പിൻവലിക്കലിലൂടെ ഇന്ത്യയിൽ ഒരു വലിയ അഴിമതിയാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പുതിയ 2000-ന്റെ നോട്ടുകൾ, കോടിക്കണക്കിന് നോട്ടുകൾ ഇന്നിപ്പോ പിടിച്ചെടുക്കുന്നത്? എവിടെയെങ്കിലും പോയി ആര് നൽകി പണം മുഴുവൻ? 2000 രൂപയുടെ നോട്ടുകൾ കെട്ടുകണക്കിന് വൻകിടക്കാരുടെ കൈകൾ എങ്ങനെ വന്നു ചേർന്നു? ഇതൊരു വലിയ കുംഭകോണമാണ് എന്നുള്ള ആരോപണം വളരെ ശക്തമായി ഉയർന്നു വരുന്നു. വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി, പണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഈ പരിപാടി, ഈ നോട്ട് പിൻവലിക്കൽ നടപടി വൻതോതിലുള്ള കുംഭകോണത്തിനും അഴിമതിക്കും വഴിതെളിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ സജീവമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിലൂടെ പാവപ്പെട്ടവന്റെ ജീവിതം ഇന്ന് ദുരിതപൂർണമായി മാറുന്നു. കേരളത്തിലെ ATM-ൽ പണമില്ല, ബാങ്കുകളിൽ കലാപങ്ങൾ നടക്കുന്നു. ഇന്നലെ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ബാങ്കിന്റെ മുമ്പിൽ കൂട്ട സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ നോട്ട് ക്ഷാമം വർദ്ധിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നില്ല. തൊഴിലാളികൾ കൂട്ടമായി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളം വിട്ടുപോകുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിന്റെ ഇന്ന് നിർമ്മാണ മേഖലയിൽ കാര്യമായി പങ്കുവഹിക്കുന്നത്. അവരെല്ലാം തിരിച്ചു പോകുന്നു. ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു. കാർഷിക മേഖല തളരുന്നു. വാണിജ്യ വ്യാപാര മേഖല സ്തംഭിച്ചു നിൽക്കുന്നു. ഇതുപോലെ സംസ്ഥാനം പാരലൈസ് ചെയ്യപ്പെട്ട സംസ്ഥാനം, നിശബ്ദമായ ഒരു എല്ലാ പ്രവർത്തനങ്ങളും മരവിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് മറ്റൊരു കാലത്തും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ UDF ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വന്ന് ഈ കൂട്ടധർണ നടത്താൻ തീരുമാനിച്ചത്. നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. അതിനോടൊപ്പമാണ് മോദി നോട്ടും പിൻവലിച്ചു. പിണറായി വിജയൻ ആളുകൾ അരിയും കൊടുക്കാതെ ആളുകളെ പട്ടിണിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരി വില 9 രൂപയാണ് അടുത്ത ദിവസം ആയി വർദ്ധിച്ചത്.
കേരളത്തിൽ കിട്ടിയ അരി പോലും നല്ല നിലയിൽ വിതരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിയുന്നില്ല. ഗവൺമെന്റ് പൊതുവിതരണ മേഖല തകർത്തിരിക്കുന്നു. പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിലെ പൊതുമേഖലയെ തകർത്തു, പൊതുവിതരണ മേഖല മുഴുവൻ തകർത്തു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അരി കിട്ടിയില്ല. റേഷൻ കടകൾ ഒന്നായി പൂട്ടി. APL-കാർക്ക് അരിയില്ല, BPL-കാർക്ക് അരിയില്ല, മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് അരിയില്ല. പൊതുവിപണിയിൽ അരി വില കുതിച്ചു കയറുന്നു. സാധനങ്ങൾ ഇന്നിപ്പോൾ ക്രിസ്തുമസ് സീസണാണ്. ക്രിസ്തുമസ് വന്നിരിക്കുന്നു. മലയാളി ഒന്നാകെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ്. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ്. ക്രിസ്മസിന് ആളുകൾക്ക് അരി കിട്ടുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു. ഇന്ന് നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ച് ജനങ്ങളെ കണ്ണുനീരിലാക്കിയെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ ജനങ്ങൾക്ക് അരി നൽകാതെ ആളുകളെ പീഡിപ്പിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. UDF ഭരിച്ചപ്പോൾ 5 വർഷവും റേഷൻ വിതരണം മുടങ്ങിയിട്ടില്ല. ഇപ്പോഴെന്തുകൊണ്ട് റേഷൻ വിതരണം മുടങ്ങുന്നു? കേന്ദ്രം നമുക്ക് ആകെ ഉണ്ടായിരുന്ന അരി 10 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു. UPA ഗവൺമെന്റ് 14.25 ലക്ഷം മെട്രിക് ടൺ ആയി അത് വർദ്ധിപ്പിച്ചു തന്നു. നമുക്ക് ആവശ്യം 16.2 ലക്ഷം മെട്രിക് ടണ്ണാണ്. കേന്ദ്ര ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഭരിച്ച കാലത്ത്, CK ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് നമുക്ക് അന്ന് കൂടുതൽ അരി നൽകുമായിരുന്നു. അഡീഷണലായി അധികമായി കോട്ട നമുക്ക് അനുവദിച്ചു തരുമായിരുന്നു. ഇപ്പോൾ അത്തരം കോട്ടകൾ നിർത്തിയിരിക്കുന്നു. ഈ ധർണയുടെ ഒരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് വരെ കോട്ട വർദ്ധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രതിപക്ഷം, ജനങ്ങളോട് ഉത്തരവാദിത്വം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി രാംവിലാസ് പാസ്വാനെ കാണുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകിയിരുന്ന അഡീഷണൽ അലോട്ട്മെന്റ് തരണമെന്നുള്ള ആവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കാൻ ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ഇന്നലെ ഞങ്ങൾ ധനകാര്യമന്ത്രിയെ കണ്ടു, അരുൺ ജെയ്റ്റ്ലിയെ കണ്ടു, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഞങ്ങൾ കണ്ടു. പ്രധാനമന്ത്രി ഏതായാലും നമ്മളെ ആരും കാണാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നമ്മളെ ആരും കാണാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെയും അവിടുത്തെ ഭരണാധികാരികളെ കാണാനേ താല്പര്യമുള്ളൂ. മോഡിക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയോ അവിടുത്തെ ജനപ്രതിനിധികളോ കൂടെ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രപതിയെ കണ്ടു, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം ആ കാര്യങ്ങൾ ഗൗരവപൂർവ്വം കേട്ടു. ഞങ്ങൾ ഈ ധർണ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിക്കാനുള്ള ധർണയാണ്. ഈ ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ, കേരളത്തിന്റെ സംഭാവനയായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായ CK ആന്റണിയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, കേരളത്തിന്റെ ചുമതലയുള്ള AICCയിലെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസനി, ഘടകകക്ഷി നേതാക്കന്മാരെ, പ്രിയപ്പെട്ട MLA-മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കൾ, നിരവധി ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ജനറൽ മന്ദിറിൽ കേരളത്തിലെ
പ്രതിപക്ഷ MLA-മാർ നടത്തുന്ന ഈ സമരം ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ദിനേശ് പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ MLA-മാർ ഒന്നടങ്കം ഇവിടെ വന്ന് ഇതുപോലെ സമരം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ജനങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും നെഞ്ചിലേറ്റിക്കൊണ്ട് ഇവിടെ ഇതൊക്കെ സാധാരണമാണ്. നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു ഏത് സമരത്തിലുള്ളതാണ്, അതിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ജനവികാരം, ജനങ്ങളുടെ കഷ്ടപ്പാട്, ജനങ്ങളുടെ നിരാശ, ജനങ്ങളുടെ അമർഷം, പ്രതിഷേധം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഈ തണുപ്പ് കാലത്ത് ഇതുപോലൊരു സമരത്തിന് കേരളത്തിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിന് ഞാൻ UDF-ലെ MLA-മാരെയും ഘടകകക്ഷികളെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യം ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു രാത്രിയിലാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തിയത്. നവംബർ മാസം 9-ാം തീയതി അർദ്ധരാത്രി മുതൽ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള 85% കറൻസി നോട്ടുകൾ അസാധുവായിരിക്കുന്നു. പിറ്റേ ദിവസം മുതൽ പുലർച്ചെ മുതൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ 85% കറൻസികൾ അസാധുവായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ ആദ്യം ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു. കുറെ പേർ അതിനെ സ്വാഗതം ചെയ്തു, കുറെ പേർ അന്ന് തന്നെ അത് എതിർത്തു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നവരും സ്വാഗതം ചെയ്തവർക്കും ഇത് അപകടമാണെന്ന് മനസ്സിലായി, ഞാൻ ഉൾപ്പെടെയുള്ളവർ. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യമാകെ ഇതിലും പ്രദർശിക്കാത്ത ഒരു പരിഭ്രാന്തിയുടെ അന്തരീക്ഷമുണ്ടായി. അതുവരെ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ മഹാഭൂരിപക്ഷം ആൾക്കാരും കഷ്ടപ്പെട്ട് സമ്പാദിച്ച കറൻസി നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയാവുന്നിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ബ്ലാക്ക് മണി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ടാണ്, അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ്, അതിർത്തിയിലെ ശത്രുക്കളുടെ ഫേക്ക് കറൻസി കള്ളനോട്ട് തടയാൻ വേണ്ടിയെന്നാണ്. ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രമാകെ മാറി. ഓരോ ദിവസം കഴിയുന്നവരും സ്ഥിതി മെച്ചപ്പെടുന്നതിന് പോലും രാജ്യം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന അന്തരീക്ഷം വളർന്നു വരികയാണ്. ആദ്യം പറഞ്ഞു 1-2 ആഴ്ച കഴിയുമ്പോൾ കുറെ മെച്ചപ്പെടും, ഡിസംബർ അവസാനത്തോട് പൂർണ്ണമായി ശാന്തിയാകുന്നതാണ്. ഡിസംബർ പകുതിയായപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യം, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ തന്നെ ഇതുവരെ ഇന്ത്യ കാണാത്ത, ഇന്ത്യക്കാർ നേരിടേണ്ടി വരാത്ത ഏറ്റവും വലിയ ഒരു ദേശീയ ദുരന്തത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. ഒരു തയ്യാറെടുപ്പുമില്ലാതെ, മുൻകരുതലില്ലാതെ
കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച നോട്ട് പിൻവലിക്കൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം നാശത്തിലേക്ക് പോകാൻ പോവുകയാണ്. സാമ്പത്തിക രംഗം തകർന്നുകൊണ്ടിരിക്കുന്നു. രമേശ് ഇവിടെ കേരളത്തിലുള്ള മറുനാടൻ തൊഴിലാളികളുടെ പ്രശ്നം പറഞ്ഞു. കേരളം മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ ഒരു കണക്കനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 2 കോടി തൊഴിലാളികൾക്ക്, ദിവസക്കൂലിക്കാരടക്കം, കർഷക തൊഴിലാളികളടക്കം, തൊഴിലുറപ്പത്തിൽ പണിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, അതുപോലെ മറ്റു തൊഴിലാളികൾ ഉൾപ്പെടെ 2 കോടി തൊഴിലാളികൾക്കെങ്കിലും ഇതിനകം പണി നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു. ചില വ്യവസായങ്ങൾ പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തകർച്ച കൂടാൻ പോവുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടന തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ പരിഹാസപാത്രമായിരിക്കുന്നു. എല്ലാവരും ഇന്ത്യയെ പരിഹസിക്കുന്നു. ജനങ്ങൾക്കായ ദുരിതം, കൃഷിക്കാർക്ക് ദുരിതം. കൃഷിക്കാർക്ക് ഈ സമയത്ത് കാർഷിക വിത്തിറക്കേണ്ട സമയത്ത്, കൃഷിപ്പണി നടത്തേണ്ട സമയത്ത് വളം വാങ്ങാൻ, വിത്ത് വാങ്ങാൻ പണമില്ല. ദിവസക്കൂലിക്കാർക്ക് കൂലി കൊടുക്കാൻ പണമില്ല. കച്ചവടം തകരുന്നു, വ്യവസായം തകരുന്നു. രാജ്യമാകെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ഒരു സാധാരണ പൗരൻ ഒരു ചെക്ക് കൊടുത്താൽ ആ ചെക്ക് വണ്ടിച്ചെക്കായാൽ അവരുടെ സ്ഥിതി ആര് വിളിച്ചാൽ രക്ഷിക്കാൻ സാധ്യമല്ല. ജയിലിൽ പോയത് തന്നെ. വണ്ടിച്ചെക്ക് കൊടുത്താൽ ജയിലിൽ പോകണം. അതാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ച കോടാനകോടി രൂപ നിക്ഷേപിച്ച നിക്ഷേപകർ ബാങ്കിൽ ചെല്ലുമ്പോൾ പണമില്ല, ബാങ്കിന് വേണ്ടി മഷിയും കടലാസും, നോട്ടടിക്കാനുള്ള കടലാസിനും വേണ്ടി ടെൻഡർ പെട്ടിരിക്കുകയാണ്. ഇപ്പോ നോട്ട് നിരോധനം കഴിഞ്ഞ് 10-30 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നല്ലോ. ഒരു ആലോചനയുമില്ല, ആരോടും ആലോചിച്ചില്ല. മന്ത്രിസഭയിലെ സഹപ്രവർത്തകരോട് ആലോചിച്ചിട്ടില്ല, ധനകാര്യ മന്ത്രിയോട് പോലും ആലോചിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥന്മാരും ആലോചിച്ചില്ല. ഒരു ദിവസം പ്രധാനമന്ത്രിക്ക് തോന്നിയ ഒരു ബ്രെയിൻ വേവ്, ബോധോദയം, അതിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യം മുഴുവൻ ഇന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണത്തിന് വേണ്ടിയായിട്ടാണ്. ഇപ്പോഴെന്താ സ്ഥിതി? ഇന്ന് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ 2000 നോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1 കോടി രൂപ, 5 കോടി രൂപ, 9 കോടി രൂപ, 90 ലക്ഷം. അപ്പോൾ ഈ നോട്ട് നിരോധനം സത്യം പറഞ്ഞാൽ കള്ളപ്പണമുള്ളവർക്ക് അത് വെളുപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. മോഡി ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. ഇതിന്റെ കൂടെയാണ് സഹകരണ സംഘങ്ങളെ ഇന്ന് ഏതാണ്ട് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സഹകരണ സംഘങ്ങളിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളാണ് ഏറ്റവും മാതൃകാപരമായി പോയ സഹകരണ ബാങ്കുകൾ. ഈ രമേശ് ചെന്നിത്തലയും ഞാനും എല്ലാം കൂടി ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, സഹകരണ ബാങ്കുകൾ ഇന്ത്യക്ക് ആകെ മാതൃകയാണെന്ന് പറഞ്ഞു. ആ സഹകരണ പ്രസ്ഥാനത്തെ ഇന്ന് ഞെക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രൈമറി സഹകരണ സംഘങ്ങൾ ഗ്രാമീണ സമ്പദ്ഘടന നട്ടെല്ലാണ്. കൃഷിക്കാരന്റെയും ഗ്രാമങ്ങളിലെയും സാധാരണക്കാരുടെ നട്ടെല്ലാണ്. ആ സഹകരണ സംഘങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, UDF മാത്രമല്ല, കോൺഗ്രസും ഇന്ത്യയിലെ 17 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും. തെറ്റിദ്ധരിച്ചാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കത്തില്ല. സഹകരണ സംഘങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഈ സർക്കാരിനെ കൊണ്ട് തന്നെ തീരുമാനം ഉണ്ടാക്കിക്കും. അതുവരെ ഏതറ്റം വരെ എത്ര ശക്തമായ പ്രക്ഷോഭണം കൊണ്ടുവന്നാൽ ആ പ്രക്ഷോഭണം നടത്തുവാൻ ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നതാണ്. കേരളത്തിലുള്ള മാത്രമല്ല, ഇന്ത്യയിലെ 17 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മോഡി എത്ര ധിക്കാരം പറഞ്ഞാലും
അവസാനം അദ്ദേഹം മുട്ടുമടക്കേണ്ടി വരും, നിലപാട് തിരുത്തേണ്ടി വരും, തിരുത്തിക്കും. അതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിപ്രായം. റേഷന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുകയായിരുന്നു, UPയുടെ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് BDS സംബന്ധിച്ചിടത്തോളം, പൊതുവിതരണ സമ്പ്രദായം സംബന്ധിച്ചിടത്തോളം, റേഷൻ സമ്പ്രദായം സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുവർണകാലമായിരുന്നു. ചോദിച്ചതും ചോദിക്കാത്തതും കൊടുത്തു. 14 ലക്ഷം മാത്രമല്ല രമേശ്, ഒരു ഘട്ടത്തിൽ ഈ അനൂപ് ജേക്കബ് 17.5 ലക്ഷം ടൺ അരിയാ കൊടുത്തു. 17.5 ലക്ഷം റെക്കോർഡ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത അലോട്ട്മെന്റ് അവർ മേടിക്കുന്നില്ലെങ്കിൽ ആ മിച്ചം വരുന്ന കാശും നമ്മുടെ തോമസ് മാസ്റ്റർക്ക് ആ അരിയും കൂടി അനൂപ് ജേക്കബിനും കേരളത്തിനും കൊടുത്തു. അങ്ങനെ കേരളത്തോടെ ഏറ്റവും കൂടുതൽ ഉദാരം എന്ന് പറഞ്ഞ വാക്ക് വളരെ മിതമാണ്. അരിശിമാനത്തിലെ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി അവർ വേണ്ടെന്ന് പറയുമ്പോൾ ആ അരി കൂടി എടുത്ത് കേരളത്തിന് കൊടുത്ത് കേരളത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു UPA ഗവൺമെന്റ് വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റ് കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. 2 ലക്ഷം ടൺ കുറഞ്ഞിരിക്കുന്നു. അതുമെന്താണ്? APLക്കാർ കഴിയില്ലെന്ന് മാത്രമല്ല, BPLക്കാർക്ക് വരിയില്ല. ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായമുള്ള കേരളത്തിലെ BDSനെ തകർത്തിരിക്കുന്നു. അല്ലെങ്കിലും മോഡി പൊതുമേഖലയ്ക്കെതിരാണ്. BDSന് മാത്രമല്ല, ഇദ്ദേഹം കോർപ്പറേറ്റുകളുടെ ആളാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് 35 ദിവസമായി നോട്ട് മേടിക്കാൻ വേണ്ടി, നോട്ട് മാറാൻ വേണ്ടി ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരിൽ ഒരു കോടീശ്വരനുണ്ടോ? ഒരു വ്യവസായി ഉണ്ടോ? ഒരു കോർപ്പറേറ്റ് മുതലാളിയുണ്ടോ? ഇന്ന് മോദിയുടെ നയത്തെ ഏറ്റവും പൂർണ്ണമായി പിന്താങ്ങുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ മാത്രമാണ്. അവർക്ക് ഈ നയത്തിന് ഫലമായി നഷ്ടമുണ്ടായി മാത്രമല്ല, അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതാണ് സ്ഥിതി. ഈ സ്ഥിതികളൊക്കെ മാറണം. അതുപോലെ കേരളത്തിന് അവകാശപ്പെട്ട റേഷൻ കിട്ടിയേ പറ്റുള്ളൂ. ദക്ഷിണ ഭക്ഷ്യ മേഖല അവസാനിപ്പിച്ച ഘട്ടത്തിൽ അന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനോട് നൽകിയ വാഗ്ദാനമായിരുന്നു, ഉറപ്പായിരുന്നു. എന്നെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും പൊതുവെ കേരളത്തിലെ PDS സംരക്ഷിക്കുമെന്നുള്ളത് ഇന്ദിരാഗാന്ധി മുതൽ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനമാണ് കാറ്റിൽ പുറത്തിയിരിക്കുന്നത്. ദക്ഷിണ കൃഷി മേഖല അവസാനിപ്പിച്ച സന്ദർഭത്തിൽ നൽകിയ വാഗ്ദാനമാണ്. കേരളത്തിലെ റേഷൻ വിഹിതം വെട്ടിക്കൊണ്ടിരിക്കുന്നു. രമേശ് പറഞ്ഞ കാര്യത്തിൽ കേരള ഗവൺമെന്റിന് കാര്യമായ നീക്കം ഉണ്ടാകുന്നില്ല. നമുക്കേതായാലും ഈ കാര്യത്തിൽ ഉറങ്ങാൻ സാധ്യമല്ല, എണ്ണം നടിക്കാൻ സാധ്യമല്ല. റേഷൻ കടകൾ കൂട്ടിയാൽ, റേഷൻ സംഭിച്ചാൽ കേരളത്തിലെ പാവപ്പെട്ട സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അപകടത്തിലാകും. UDF ജനപ്രതിനിധികളുടെ ധർണ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. മനു ശങ്കരൻ ദില്ലിയിൽ നൽകും വിശദാംശങ്ങൾ. മനു, ധർണ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി സംസാരിക്കുകയാണ്. AK ആന്റണി പറഞ്ഞത്, രാജ്യം ഇതുവരെ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോഴത്തെ നോട്ട് പിൻവലിക്കൽ തീരുമാനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഒരു ആസൂത്രണവും ഇല്ലാതെയാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം ഈ റിസർവ് ബാങ്കും ഇത്തരം ഒരു തീരുമാനം നടപ്പാക്കിയത്. ഇതിൽ വേണ്ട വിധം മുൻകരുതലുകളും മറ്റും സ്വീകരിച്ചിരുന്നത്. ഇതിനാൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നാണ് AK ആന്റണി വ്യക്തമാക്കിയത്. ഇതിനു മുമ്പായി സംസാരിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞതാകട്ടെ, പ്രധാനമന്ത്രിക്ക് രാജ്യത്തിനകത്തെ മുഖ്യമന്ത്രിമാരോടും ജനപ്രതിനിധികളോടും സംസാരിക്കാൻ സമയമില്ല, പകരം വിദേശത്തുള്ള പ്രധാനമന്ത്രിമാർ ആയിരുന്നുവെങ്കിൽ മാത്രമേ സംസാരിക്കാൻ തയ്യാറാവുകയുള്ളൂ. അതിനാലാണ് രാഷ്ട്രപതിയെ കണ്ട് ഈ കേരളത്തിലെ സഹകരണ ബാങ്ക് പ്രതിസന്ധി വ്യക്തമാക്കിയതെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ UDFിലെ വിവിധ കക്ഷികൾ നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഉമ്മൻചാണ്ടി ഈ ധർണയിൽ എത്തിയിട്ടില്ല എന്നതാണ്. ഇന്നലെ അറിയിച്ചിരുന്നത് ഈ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ചടങ്ങുണ്ട്, അതിനാൽ ഇന്ന് ചിലപ്പോൾ എത്തുമെന്നായിരുന്നു ഈ വിവിധ നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഉമ്മൻചാണ്ടി ധർണയിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. DCC പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാടിനെതിരെ പരസ്യ പ്രതികരണവുമായി ഉമ്മൻചാണ്ടി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ A ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നികിനെ കണ്ട് നിലവിലെ DCC
പട്ടികയിലെ അതിർത്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ധർണയിൽ പോലും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഹൈക്കമാൻഡിനെ പ്രതിനിധീകരിച്ചും ധർണയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യമാണ് ഈ ധർണയിൽ മനു തിരികെ വരാം.